ചേട്ടൻ ചില്ലായിട്ട് ആദ്യം ഇതൊന്നും അടിക്കും, എന്നിട്ട് നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. ചേട്ടാ ഇത് ചേട്ടന്റെ പേടി മാത്രാ. ചേട്ടൻ ഈടേം വന്ന് പറഞ്ഞ ഇനി പാടാൻ എവിടെയെങ്കിലും ബാക്കിയിടറാ നായേ. ഓ ഞാൻ പാടിയനാ കേട്ടോ. ചേട്ടാ നിനക്കറിയില്ലേ, ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ പേടി മാത്രാന്ന്. ഇതിനൊക്കെ അനുശേഷം പറഞ്ഞാ മതി, ചുമ്മാ ഓരോന്ന് പറഞ്ഞ് പാവത്തിന് പേടിപ്പിക്കാൻ. നീ പോളെ, ഞാൻ പാവമൊന്നുമല്ല. ജയച്ചേട്ടാ ഇനിയിപ്പോ അങ്ങനെയാണത്തിന് എന്ത് പ്രശ്നം ജയച്ചേട്ടാ? എന്നാലും എല്ലാവരുടെയും മുന്നിൽ ഞാനൊരു ബിരുദനായി പോയില്ലേ മോനെ. ഇതിലെവിടെ ചേട്ടാ വെറുതെ? ഭൂമിയിലെ 90% ജീവികളിലും ഈ ഹോമോസെക്ഷുവാലിറ്റി പ്രകടമാണ്, അറിയോ? നോ യു ആർ ലൈങ്. നോ ഐ ആം നോട്ട് ചേട്ടാ, സത്യമായിട്ടും. റിയലി? ഈ ഭൂമിയില് ആണായിട്ടാണോ പെണ്ണായിട്ടാണോ ജനിക്കുന്നതെന്നുള്ളത് തന്നെ ഈ പറയുന്ന പ്രകൃതിയുടെ നിയമം അനുസരിച്ചിട്ടാണല്ലോ. ഉദാഹരണത്തിന് ചേട്ടന് മീൻകറിയാ ഇഷ്ടം, എനിക്ക് പച്ചക്കറി. ഇത് രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ? ഇങ്ങ് നോക്ക്. അപ്പോ ഇത് രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. നമ്മുടെ താത്രിക്കുട്ടിയുടെ പുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നേ? ഇറ്റ്സ് ഓൾ അബൌട്ട് ടേസ്റ്റ്. ആ പൂതനന്റെ കാര്യം ഇവിടെ പറയല്ലേ മരുന്നേ. എനിക്കുണ്ടാവുന്ന കുട്ടികളെ പേര് വരെ ഞാൻ കണ്ടുവച്ചതാ മരുന്നേ. ഓൾറെഡി എന്റെ കാര്യത്തിൽ എനിക്ക് കുറെ ഡൗട്ട് ഉണ്ട്. ഇനി എനിക്ക് എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാകുക? എന്റെ പൊന്ന് ജയശേട്ടാ, അതിനല്ലേ ഈ വാടക ഗർഭ പോലത്തെ കാര്യങ്ങളൊക്കെ ഉള്ളേ. അപ്പൊ പാൽ ആര് കൊടുക്കും? പൊന്ന് ജയച്ചേട്ടാ, കേരളത്തിൽ എന്തോരം പശുക്കൾ ഉണ്ടായാലും ഒന്നിനെ പിടിച്ച് കറക്കിയാ പോരെ? അതൊന്നും ശരിയാവില്ലടാ. ശരിയാവും. ഒന്നും ശരിയാവില്ല. ഒരു അമ്മേന്റെ പാല് കിട്ടാണ്ട് എന്റെ മക്കള് വളരൂല്ലേ മരുന്നേ. അത് മാത്രല്ല, ഈ ക്രോസ് ബ്രീഡ് ചെയ്ത പശുവിന്റെ പാലിനൊക്കെ ഏടിയാ മരുന്നേ മിനറൽസ്. ഏടിയാണോ മിനറൽസ്? പശുപാല് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആട്ടുപാല് കൊടുക്കണം. ആരെങ്കിലും ഒന്ന് മിണ്ടാണ്ടിരിക്കാൻ പറയാ. എന്റെ പൊന്നനുശേഷം ഒരു 30 സെക്കൻഡ് താ. ചേട്ടാ അതെല്ലാം വിട്, എന്നിട്ട് ഈ തുറന്ന് അടിക്കും. ചുമ്മാ ചില്ലാവട്ടെ തന്നെ. அம்மா நீங்களா? வாங்க உள்ள வாங்க. നീ ഏതാ കുട്ടി? നിങ്ങൾ ആരാ? ജയശേടേ തെളിഞ്ഞു കാണുന്നത് അർദ്ധനാരീശ്വരനായ ഉമാമഹേശ്വരന്മാരെയാണ്. ഉമാമഹേശ്വരന്മാർ. ടീച്ചർ തളരരുത്, ഇതൊരു സ്വർഗാരാഗയുടെ ജാതകമാണ്. ഞാനിനി എന്നല്ല കാണേണ്ടി വരും എന്റെ മാമ്പർത്തമ്മേ. ഇതാരാണ് എന്റെ പപ്പനാവൻ? ഹലോ എടാ ജയേഷേ, ഞാൻ രാഹുൽ ഗാന്ധിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വരെ മിന്നെപ്പറ്റി എന്തെന്നല്ലാടാ ഈ കേൾക്കുന്നത്? എന്തെന്ന്? നീ കുട്ടനല്ലേ? ഏത് നായിടാ എന്നോട് പറഞ്ഞേ? അല്ല മോനെ, ഞാൻ അത്ര പ്രാവശ്യം വെള്ളടിച്ച് ഓഫായിട്ട് എന്റെ മടി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അന്നേരം ഏതെങ്കിലും രീതിയിൽ നീ എന്നെ മുതലാക്കിനേനടാ? കുയി കിടക്കുന്ന നിന്റെ അച്ചാച്ചനാടാ ഞാൻ മുതലാക്കിയ. ജയേഷ്, താൻ ഓക്കെ അല്ലേ? ഇതെന്ത് പറ്റി? ഒന്നുമില്ല. താൻ എൻ്റെ ഒപ്പം വാ, ഒരു കാര്യം പറയണം. വാ ജയേഷേ, വാ. നിങ്ങൾ എന്നെ ഒരു സുഹൃത്തായിട്ട് കാണും. അങ്ങനെ എനിക്ക് കാണാൻ കഴിയില്ല ജയേഷ്. താൻ എൻ്റെ അനിയനാ. താൻ ഈ ഡൈനസോറിന്റെ പുറകെ ഓടുന്ന ഓട്ടം ഉണ്ടല്ലോ, അതൊന്നും നിർത്ത്. ഒരു കാര്യം ചെയ്യ്, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. പല്ലവി എൻ്റെ സുഹൃത്താ. ഷീ മേക്സ് ബ്യൂട്ടിഫുൾ മാച്ചസ്. അവർ ഈ ജാതകപ്പൊരുത്തത്തെക്കാൾ മനപ്പൊരുത്തത്തിൽ വിശ്വസിക്കുന്ന ആളാ. താൻ അവളെ ഒന്ന് വിളിക്കും. നിങ്ങൾ ഏട്ടന്റെ ഷെഡിയെല്ലാം എടുത്ത് കാണിച്ചാട്ടെ. ആന്തിരാടാ എനിക്ക് ഷഡ്ഡിയല്ലോ. നിങ്ങൾ കാണിക്കപ്പാ. നിങ്ങൾ അതിനകത്ത് പിങ്ക്
പിങ്ക് കളറുള്ള ഷഡ്ഡി ഉണ്ടോ നോക്കിയാ. ഇല്ല മോനെ, എന്നാ പൂക്കളുള്ളതുണ്ടോ നോക്കി. ഇല്ലടാ. ഈല് നീലയും പച്ചയും ചോപ്പല്ലേ ഉള്ളൂ. ഇല്ലേ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മൂത്തച്ചാ, നിങ്ങൾ ആ വീഡിയോ കോൾ ഓഫ് ആക്കി നോർമൽ കോൾ ആക്കിയാട്ടെ. എന്താടാ? ഇല്ലടാ, ഷേവിങ് ക്രീം ഉണ്ട്, പിന്നെ ഫേസ് ക്രീമും ഉണ്ട്. ഇല്ലടാ കട്ടു, നീ പറയുന്ന സാധനം ഒന്നും ഇവിടെ ഇല്ലാന്ന്. ഇനി നീ എന്നെ വീഡിയോ കോൾ വരെ നോക്ക്. എന്നാ ഓൻ പറയുന്നേ. ഞമ്മക്കൊന്നും അറിയാത്ത എന്തെങ്കിലും സാധനം ഉണ്ടോ? ഏഷ്, ഇനി ഓൻ തന്നെ നോക്കട്ടെ. നീ എന്നാടാ ഞാളെ കൊണ്ട് കളിപ്പിക്കുന്നത്? മുറി കയറി കളിക്കുന്നത്. നിങ്ങൾക്ക് എന്തിനാ എന്റെ ഷട്ടി? ഇന്നലെ ട്രെയിനിൽ വന്നുകൊണ്ട് അമ്മക്ക് ഭയങ്കര തലവേദനയും എനക്ക് നടുവേദനയും. ലേശം പിണ്ണതായാലുണ്ട് അവനെ. പിണ്ണാക്കുണ്ട്, എന്താ വേണ? മൂത്തച്ചാ, മൂത്തമ്മേ, ഓയ്. ഓഹോ, ഓ ഇന്ത്യയെല്ലാം പുറകിൽ ഇഞ്ഞേനു അല്ലേ കുരിപ്പേ? ഓരോന്ന് പറഞ്ഞ ആൾക്കാരെ പെരാതാക്കിക്കൊണ്ടിരിക്കാ. അതല്ല അങ്ങനെ. എടാ നരകനായേ, നീ ഞാനവിടെ വരുന്ന ദിവസം ഉണ്ടല്ലോ, ഇന്റെ അന്ത്യായിരിക്കും. ഇന്റെ അന്ത്യം ഉണ്ടല്ലോ, അത് മരണമായിരിക്കും. മനസ്സിലാടാ? പഴശ്ശിന്റെ പടക്കുറുപ്പന്മാരായിരുന്നു ഞാളെ കുടുംബം. അങ്ങനെയുള്ള തറവാട്ടില് ഇങ്ങനെ ഒരുത്തനുണ്ടാവുക മോളെ? അല്ല മോളെ, നീ ഈ കുട്ടി ട്രൗസർ ഇട്ടിട്ടാ വട്ടത്തിന് തിരിഞ്ഞു കളിച്ചിട്ടു ഓനിന്നെ കൊളുത്താനൊന്നും വന്നിട്ടില്ലേ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലേ? ഇല്ലമ്മ, ജയശേട്ടൻ അങ്ങനത്തെ ഒരാളല്ലല്ലോ. അയ്യോ, ഓരങ്ങനെയുള്ള ആളല്ല അല്ലേ? ജയേഷേ, ഈ ലോകത്ത് നിന്നല്ല നടക്കുന്നുടോ. 1000 കോടി വർഷം കൊണ്ട് സൂര്യൻ വെള്ളക്കുള്ളനാവുന്നു. വർഷാവർഷം കടൽ കരയിലേക്ക് കയറുന്നു. ആണും പെണ്ണും കല്യാണം കഴിക്കാണ്ട് ഒരുമിച്ച് താമസിക്കുന്നു. ആണും കല്യാണം കഴിക്കുന്നു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകക്രമത്തെക്കുറിച്ച് എന്താ എൻ്റെ അഭിപ്രായം? കുറെ നേരമായാലുള്ള കള്ളും കുടിച്ചിട്ട് വളബളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾ മിണ്ട്, ഞാൻ ചോദിക്കാം അവനോട്. എടാ ജയെ, നീയുള്ള സത്യം പറഞ്ഞോ. എനിക്ക് ആരോടാ താല്പര്യം? ആണുങ്ങളോടാ അതാ പെണ്ണുങ്ങളോടാ? പറയടാ.